സുഹൃത്തുക്കളെ, യൂട്യൂബ് ട്രെൻഡൊക്കെ നോക്കുമ്പോൾ 2026 BJP അധികാരത്തിൽ വരാനുള്ള കൊണ്ടുപിടിച്ച ശ്രമങ്ങളാണ് ഇവർ നടത്തുന്നത്. അങ്ങനെ നടത്തിയതുകൊണ്ട് BJP അധികാരത്തിൽ വരുമോ? ക്രിസ്ത്യാനികൾ മുഴുവനും വോട്ട് ചെയ്താലും BJP അധികാരത്തിൽ വരുമോ എന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ ഞാൻ പറയുന്നത്. കേരളത്തിൽ മുന്നാക്ക ക്രിസ്ത്യൻ നായർ ജനസംഖ്യ താഴോട്ടാണ് പോകുന്നത്. അതിന് പ്രധാന കാരണം ഈ അച്ഛന്മാർ, കന്യാസ്ത്രീകൾ ഇവരൊന്നും കല്യാണം കഴിക്കുന്നില്ല, കുട്ടികൾ ഉണ്ടാക്കുന്നില്ല. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, എയ്ഡഡ് കോളേജുകളും അങ്ങനെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കാരണം അവരുടെ സമുദായത്തിലെ ആൾക്കാർക്ക് വിദ്യാഭ്യാസം കൂടി, സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം വർദ്ധിച്ചു. അപ്പോൾ സ്വാഭാവികമായിട്ടും അവർ പ്രസവിക്കുന്നതും കുറച്ചു. കാരണം 10, 25, 26, 30 വയസ്സ് വരെ പഠിക്കുകയാണെങ്കിൽ അത്രയും ജനസംഖ്യ കുറയും. പിന്നെ ചൊവ്വാദോഷം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, വേറെ അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ഒക്കെ വേറെ ഉണ്ട്. അത് കാരണവും ജനസംഖ്യ കുറയും. ഏറ്റവും കൂടുതൽ വർഗീയമായ സമുദായം എന്ന് പറയുന്നത് ഹിന്ദുക്കൾ തന്നെയാണ്. ഹിന്ദുക്കളുടെ 40% വോട്ട് BJPക്ക് കേരളത്തിൽ ഇപ്പോൾ ആൾറെഡി കിട്ടുന്നുണ്ട്. എന്നിട്ടും അവർക്ക് ഒരു MP വിജയിപ്പിക്കാൻ പറ്റുള്ളൂ കഴിഞ്ഞ ഇലക്ഷനിൽ. കാരണം അത് കേരളത്തിൻ്റെ ഒരു ഡെമോഗ്രഫി അങ്ങനെയാണ്. പക്ഷേ നിയമസഭാ ഇലക്ഷനിൽ അവർക്ക് അധികാരത്തിൽ വരാനുള്ള സാധ്യത ഒരിക്കലുമില്ല. 10 MLAമാരൊക്കെ ജയിപ്പിക്കാൻ കഴിഞ്ഞേക്കാമല്ല എന്നല്ലാതെ കൂടുതലൊന്നും ജയിപ്പിക്കാൻ പറ്റില്ല. കാരണം കേരളത്തിൽ സർക്കാർ ആനുകൂല്യങ്ങൾ കൂടുതലും പറ്റുന്നത് മുന്നാക്ക ക്രിസ്ത്യാനികളും നായന്മാരും ഒക്കെയാണ്. ക്യാപിറ്റലിസത്തിനോടാണ് കൂടുതൽ BJPക്ക് താല്പര്യം. അപ്പോൾ കേരളത്തിൽ പല ജോലികളും, സർക്കാർ ജോലികളും നഷ്ടപ്പെടും, പല സർക്കാർ കമ്പനികളും ഇല്ലാതാകും, അങ്ങനെ പല കുഴപ്പങ്ങളുണ്ട്. അപ്പോൾ ഇതിലൊക്കെ നഷ്ടം സംഭവിക്കുക മുന്നാക്ക ക്രിസ്ത്യാനിക്കും നായന്മാർക്കും ഒക്കെയാണ്. കാരണം അവരുടെ മിക്ക കുടുംബങ്ങളും ഒരു സർക്കാർ ജീവനക്കാരനോ അല്ലെങ്കിൽ സർക്കാർ കമ്പനി ജീവനക്കാരനോ അല്ലെങ്കിൽ ഒരു സഹകരണ സ്ഥാപനത്തിലെ ജീവനക്കാരനോ ഒക്കെ ഉണ്ടാകും. അപ്പോൾ അങ്ങനെ ആ പാർട്ടി, കോൺഗ്രസ്, CPM അല്ലെങ്കിൽ UDF, LDFൻ്റെ സ്ഥാനമാനങ്ങൾ നഷ്ടപ്പെടുന്നതും അത് നശിക്കുന്നതിലൂടെ ഉണ്ടാകുന്ന കുഴപ്പങ്ങളൊക്കെ കൂടുതൽ അനുഭവിക്കേണ്ടി വരിക ഈ രണ്ട് ആൾക്കാർക്കായിരിക്കും. തീർച്ചയായിട്ടും അവരതിന് മുതിരില്ല. സ്വന്തം വീട് പട്ടിണിയാക്കിയിട്ടുള്ള വർഗീയത ഒന്നും കേരളത്തിലെ ജനങ്ങൾക്ക് ഇല്ല. അതാണ് ഇതിലെ മെയിൻ പ്രശ്നം. അപ്പോൾ ഇവന്മാരിങ്ങനെ സ്വപ്നം കാണുക മാത്രമേ നിവൃത്തിയുള്ളൂ. പിന്നെയുള്ള ആകെ ഒരു സാധ്യത എന്ന് പറയുന്നത് ഈ മുസ്ലിം ചെറുപ്പക്കാരികളൊക്കെ നാസ്തിക മോർച്ചയിലൂടെ BJPയിൽ എത്തിക്കുക എന്നുള്ളതാണ്. അത് നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. വർഗീയവാദികളുടെ അപ്പകഷ്ണങ്ങൾ തീട്ടം നക്കി ജീവിക്കുന്ന കുറച്ച് പന്നികൾ ഉണ്ടാവുമെന്നല്ലാതെ കൂടുതൽ ആളുകൾ ആ ഒരു തരത്തിലേക്ക് പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവർ മനുഷ്യരാകണം. കേരളത്തിൽ നല്ല വർഗീയതയില്ലാത്ത, ആർക്കും വന്ന് ബിസിനസ് ചെയ്യാവുന്ന, യൂണിയൻ കളിയില്ലാത്ത, ഒരു വർഗീയത കലാപം ഉണ്ടാകുമെന്ന് ഭയമില്ലാത്ത ഒരു സാഹചര്യം, അങ്ങനെയുള്ളൊരു സാഹചര്യം ഉണ്ടായാൽ ഇവിടെ ആളുകൾ ബിസിനസ് ചെയ്യാൻ വരും. ഇവിടെ കേരളത്തിൽ ബിസിനസ് ചെയ്തും അപ്പോൾ ഒരുപാട് പേർക്ക് തൊഴിലുണ്ടാകും, സമാധാനമുണ്ടാകും, സമ്പത്തുണ്ടാകും. അപ്പം അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത്. അല്ലാതെ കൃസംഗി, കാസൻ തീട്ടങ്ങൾക്ക് വേണ്ടിയിട്ട് കുരക്കാൻ എന്നെ കൊണ്ട് സാധിക്കില്ല. തീർച്ചയായിട്ടും വളരെ വിഷമകരമായ ഒരു സംഭവമാണ്. ചിലരൊക്കെ അത്തരത്തിൽ പെട്ടുപോയി. എന്താ ചെയ്യുക? മനുഷ്യന്മാർ അങ്ങനെയാണ്. കൂടുതൽ മനുഷ്യന്മാരും ഇങ്ങനെയുള്ള തീട്ടം തീനി പന്നികൾ ആണ് എന്നുള്ളത് വളരെ വിഷമകരമായ ഒരു സംഭവമാണ്. അത് നമ്മൾ മറികടക്കും. ഇപ്പോൾ പല രാജ്യങ്ങളിലും മനുഷ്യത്വമുള്ള രാജ്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അവിടെ സാമ്പത്തികമായിട്ട് അഭിവൃദ്ധിപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാക്കുക എന്നുള്ളതും ഒരു കടമയാണ്. എന്തായാലും കേരളത്തിൽ എത്ര മെനക്കെട്ട്, ഇപ്പോൾ ചില നാസ്തിക മോർച്ചക്കാരൊക്കെ പറയുന്നത് ക്യാൻസലേഷൻ കൾച്ചർ പോയാൽ അവർ ജോലി ചെയ്യുന്ന പല എയ്ഡഡ് സ്ഥാപനങ്ങളും ഇല്ലാതാകും. അതൊക്കെ ചിലപ്പോൾ BJP നശിപ്പിക്കാൻ സാധ്യതയുണ്ട്. അതിനൊന്നും ഈ ക്യാൻസലേഷൻ കൾച്ചർ എതിർക്കുന്ന ആളുകൾ, അതായത് BJPക്ക് വേണ്ടി വാദിക്കുന്ന ആളുകൾ മനസ്സിലാക്കുക, നിങ്ങളുടെ കൂട്ടത്തിൽ തന്നെയുള്ള ആളുകൾ അതിന് തയ്യാറാകില്ല. കാരണം അത് വർഗീയത ഇല്ലാത്തതുകൊണ്ടല്ല, അവരുടെ സുഖലോലുപത ജീവിതം, അതായത് ഇങ്ങനെ യൂണിയൻ കളിച്ചിട്ടും മറ്റുള്ളവരെ ഭീഷണിപ്പെടുത്തിയിട്ടും ബ്ലാക്ക്മെയിൽ ചെയ്തും ഒക്കെ പൊതുമുതൽ അടിച്ചു മാറ്റുന്ന പരിപാടി BJP ചിലപ്പോൾ ഇല്ലാതാക്കും. അതുകൊണ്ടാണ് അവർ BJPയെ അധികാരത്തിൽ കയറ്റാത്തത്. അതിപ്പോൾ BMS പോലെയുള്ള പരിപാടികൾക്കുമായിട്ട് അതിന് വല്ല പരിഹാരവും കാണുമോ എന്ന് എനിക്കറിയില്ല. അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു മാറ്റം സാധ്യമാണ്. പക്ഷേ UDF, LDF എന്നുള്ള രണ്ട് മുന്നണി സംവിധാനം ഇല്ലാതാക്കുക എന്നുള്ളത് അതിൻ്റെ ലാഭം പറ്റുന്ന ആളുകൾ തയ്യാറാവില്ല എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അതാണ് കേരളത്തിൻ്റെ ഒരു സാഹചര്യം. അത് നിങ്ങൾ വർഗീയത എത്ര പറഞ്ഞിട്ടും കാര്യമില്ല. വെറുതെ കുറേ പണമുണ്ടാക്കുക എന്നുള്ള ഒരു ലക്ഷ്യം മാത്രമേ നടക്കുള്ളൂ. ഇങ്ങനെ വർഗീയതയും മലമ്പും ചിലമ്പും ഒക്കെ പറഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു. പിന്നെ വേറൊരു കൂട്ടരുണ്ട്, ഈ വിദേശ പൗരന്മാരായിട്ട് ഇവൻ നാട്ടിലെ പാസ്പോർട്ടൊക്കെ ഉപേക്ഷിച്ച് വിദേശ പൗരനായിരിക്കുകയാണ്. ചിലർ നാട്ടിൽ വന്നിട്ട് വിദേശത്തെ പാസ്പോർട്ട് എടുത്തിട്ട് നാട്ടിൽ വന്നിട്ട് ചാനൽ നടത്തിയിട്ട് വർഗീയത പറയുന്നുണ്ട്. പാസ്പോർട്ട് ഒക്കെയാണ്.
എന്നിട്ട് ഇവരുടെ വർഗീയത പറഞ്ഞിട്ട് ഇവിടുത്തെ പാവപ്പെട്ട കാസക്കാരെയും കൃസംഗികളെയും ഒക്കെ വർഗീയത പറഞ്ഞ് ഇങ്ങനെ പറ്റിച്ച് ജീവിക്കണം. അപ്പോൾ ഇവന് ഇത് എന്തെങ്കിലും ദേശീയത എനിക്കറിയില്ല, പക്ഷെ നമ്മുടെ നാടിനോട്, ഇപ്പോൾ എൻ്റെ നാടിനോട് ഞാൻ ജനിച്ചു പോയി എന്നുള്ളത് കൊണ്ട് എൻ്റെ നാടിനോട് എനിക്ക് അത്യാവശ്യം ചെറിയ ഇഷ്ടങ്ങളൊക്കെ ഉണ്ട്. കാരണം നമ്മൾ ചെറുപ്പത്തിൽ അറിഞ്ഞ് വന്ന വളർന്നു വന്ന സാഹചര്യം, അത് ആ ഒരു പരിചയം, അതുകൊണ്ട് ആ ഇഷ്ടങ്ങളൊക്കെ ഉണ്ട്. ആ ഇഷ്ടങ്ങൾ ഒക്കെ കളഞ്ഞ് വേറെ ഏതോ രാജ്യത്ത് പോയിട്ട് അവനവൻ്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടിയിട്ട് വേറെ ഏതോ രാജ്യത്ത് പോയിട്ട് നമ്മുടെ രാജ്യത്തിൻ്റെ പാസ്പോർട്ടൊക്കെ കളഞ്ഞിട്ട്, നമ്മുടെ രാജ്യം വൃത്തികെട്ട രാജ്യമായതുകൊണ്ടാണല്ലോ ഇവിടുത്തെ പാസ്പോർട്ട് കളയുന്നത്. ഈ പാസ്പോർട്ടും കളഞ്ഞിട്ട് വേറെ രാജ്യത്തിൻ്റെ പാസ്പോർട്ട് എടുത്തിട്ട് എന്നിട്ട് ഇവിടെ വന്നിട്ട് പണമുണ്ടാക്കാൻ വേണ്ടി ഇവിടെ വന്നിട്ട് മറ്റുള്ളവരുടെ കുറ്റം പറഞ്ഞ് നടക്കണം, കുത്തിത്തിരിപ്പുണ്ടാക്കണം നമ്മുടെ നാട്. ഇപ്പോൾ ഇവന് ജയിക്കണമെങ്കിൽ, ഈ വർഗീയവാദി ജയിക്കണമെങ്കിൽ ഒരു വോട്ടിടാൻ ഇവന് പറ്റുമോ? അതില്ല. കാരണം ഇവൻ്റെ പാസ്പോർട്ട് എന്ന് പറയുന്നത് കണ്ട ഏതോ UK എന്ന് പറഞ്ഞാൽ അവിടെ രാജ്യമെന്ന് പറയാൻ പാടില്ല എന്നാണ്. കാരണം രാജാവുണ്ടെങ്കിലേ രാജ്യമുള്ളൂ. നമ്മൾ ജനാധിപത്യമുള്ള ഈ നാട്, നമ്മുടെ നാട് എന്ന് തന്നെയാണ് പറയുന്നത്. നാട്, സ്ഥലം എന്നൊക്കെ പറയാം. അപ്പോൾ നമ്മുടെ സ്ഥലം, നമ്മുടെ നാട് അല്ലെങ്കിൽ നമ്മുടെ ജനായത്ത സംവിധാനം എന്നൊക്കെ പറയുന്ന ഈ നാടെന്ന് പറഞ്ഞാൽ അവിടെ ജനങ്ങളും ഒരു സംവിധാനവും ഒക്കെ ഉണ്ടാകുമ്പോഴാണ് നാടാവുള്ളൂ. അപ്പോൾ വെറും ജീവൻ മാത്രമല്ല, അത് കാടാണ്. അപ്പോൾ നാട് എന്ന് പറയുമ്പോൾ ഒരു സിസ്റ്റവും അവിടുത്തെ ജനങ്ങളും ഉള്ളപ്പോഴാണ് നാടാവുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മളൊരു നാട്ടുകാരാണ്. അപ്പോൾ ഈ നാട്ടിൽ വന്നിട്ട് രാജ്യക്കാർ, അതായത് രാജാവിൻ്റെ അടിമകളായ പ്രജകൾ ഇവിടെ വന്നിട്ട് നമ്മളെ കുത്തിത്തിരിപ്പുണ്ടാക്കാൻ വേണ്ടിയിട്ട് നടക്കുന്നുണ്ട്. അത് നമ്മൾ തിരിച്ചറിയണം. അപ്പോൾ എന്തായാലും BJP അധികാരത്തിൽ വരുമെന്ന് BJPക്കാരൻ വരെ വിശ്വസിക്കുന്നില്ല. പിന്നെ ഇങ്ങനെ ചുമ്മാ വർഗീയത പറഞ്ഞ് പോകാമെന്നുള്ളൂ. തോൽക്കുമെന്ന് ഉറപ്പുള്ള സ്ഥാനാർത്ഥിയായിട്ടും BJPക്ക് 40% വോട്ട് കിട്ടുന്നുണ്ട്. അതാണ് ഹിന്ദുക്കളുടെ വർഗീയത. ഇവന്മാർ വർഗീയവാദികളല്ലാതൊന്നും പറയാൻ പറ്റില്ല. ഇനിയിപ്പോൾ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും മൊത്തം വർഗീയവാദികളായാലും ഒന്നും സംഭവിക്കാനില്ല. എന്നാലും BJP കേരളത്തിൽ അധികാരത്തിൽ വരില്ല. കേരളത്തിൻ്റെ ഡെമോഗ്രഫി അങ്ങനെയാണ്. അപ്പോൾ എന്തിനാണ് വെറുതെ ഇങ്ങനെ വർഗീയത പറഞ്ഞ് കത്തിക്കുന്നത്? വർഗീയത ഇല്ലായ്മ ചെയ്യാൻ സത്യം പറഞ്ഞിട്ട് മനുഷ്യത്വം പറഞ്ഞിട്ടൊക്കെ ജീവിക്കുക, ശ്രമിക്കുക. മറ്റുള്ളവർ പൊട്ടന്മാരും ഞങ്ങൾ മാത്രം രണ്ടാൾക്കാർ ബുദ്ധിമാന്മാരും എന്ന് വിചാരിക്കുന്നത് വെറും പൊട്ടത്തരമാണ്. അങ്ങനെ ആരെങ്കിലും വിചാരിക്കുന്നുണ്ടെങ്കിൽ അവന്മാരാണ് ലോക ഊളകൾ. നിങ്ങളെക്കാളും വലിയ ഊളകൾ വേറെയില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ്. അപ്പോൾ ശരി.